ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയല കൊണ്ട് ചെയ്തെടുക്കാവുന്ന 4 വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലും പുട്ടുകുറ്റിയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഓരോന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ചെയ്യാവുന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള അയല ഒന്ന് മസാല പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു വലിയ സ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മീനൊന്ന് മസാല പുരട്ടി വെക്കാം. മസാല പുരട്ടി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോഴേക്കും മസാല നല്ല പോലെ പിടിച്ചു കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഓരോന്നിലും നമുക്ക് മസാല നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ മീൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് സമയം എടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉൾഭാഗം നല്ലപോലെ വെന്തിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് ആ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ചുവന്നുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് ചുവന്നുള്ളി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് 2ഉം കൂടെ എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി മാത്രമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നല്ല പോലെ വഴന്ന് വന്ന സമയത്ത് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് മൂടി വെച്ച് തക്കാളി ഉടഞ്ഞു വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞു വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളത്തിന് പകരം നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്താലും മതി. പുളിവെള്ളമാണ് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം കട്ടിയുള്ള 1/2 കപ്പ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു ഗ്രേവി കുറച്ച് തിക്കായിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മസാല ആദ്യം ഒന്ന് നിരത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അയലമീൻ വെച്ച് കൊടുക്കുക. അതിന് മുകളിലും കുറച്ചുകൂടെ മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കണം. ഈ വാഴയില 4 ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ നാരുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോഴാണ് കേട്ടോ ഈ മീൻ ബാക്കി ഭാഗം കൂടെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ 10 മിനിറ്റൊക്കെ ആവി കയറ്റിയെടുക്കുമ്പോഴേക്കും നല്ലപോലെ പൊടിഞ്ഞു പോകും മീൻ. അപ്പം അതുകൊണ്ട് ആദ്യം മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, അധികം വേവാതെ. എന്നാൽ ഫ്രൈ ചെയ്ത ടേസ്റ്റും കിട്ടും. ഇത് 10 മിനിറ്റ് ആവി കയറ്റുമ്പോഴേക്കും ഉള്ളിലൊക്കെ മസാല നല്ല പോലെ പിടിച്ച് ഉടഞ്ഞു വരാതെ തന്നെ നമുക്ക് മീൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആവി കയറ്റിയെടുത്തപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അയല പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിലിട്ട് ചുട്ടെടുക്കുകയാണല്ലോ ചെയ്യുക. ഇതുപോലെ ആവിയിലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറേ സമയം ഇങ്ങനെ ആവിയിൽ കിടക്കുമ്പോൾ ഈ മസാലയൊക്കെ മീനിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. അതാണ് ഇതുപോലുള്ള ചെറിയ മീനുകൾ നമ്മൾ പാർട്ടികളിലൊന്നും സെർവ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഏത് ഡിഷിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അയല കൊണ്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പൊരിക്കാനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള മുള്ളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതൊന്നും എടുക്കണ്ട കേട്ടോ, നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ വേവിച്ചിട്ട് പിച്ചി എടുക്കുന്ന സമയത്ത് ആകെ പൊടിഞ്ഞ് ചെറിയ മുള്ളൊക്കെ അതിൽ പെടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മുള്ളില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഈ മുള്ളൊന്നും ആദ്യം എടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മളിതിന് മുമ്പ് ചെയ്തതൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ആദ്യം മീൻ എടുത്തത്. പക്ഷേ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലൊരു ആ ഒരു അയലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് വരുന്നത് വേവിച്ചെടുത്താലാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് വാളൻപുളി ഇല്ലേ, അത് കുരുവോട് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഇത് തിളച്ച് വരുമ്പോൾ പുളി ഇറങ്ങിക്കോളും. ചെറിയൊരു പുളിയും കൂടെ മീനിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് 2 സൈഡും വേവിച്ച് മുള്ളൊക്കെ മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ, തേങ്ങ ചിരവി എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും 1 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അതിവിടെ ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ചുവന്നുള്ളി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് പകരം സവാള എടുക്കരുത് കേട്ടോ, ചുവന്നുള്ളി തന്നെ എടുക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് തരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ട് ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ മുള്ള് മാറ്റി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത് വെച്ച തേങ്ങയുടെ ആ ഒരു കൂട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ തീയൊക്കെ കൂട്ടി വെച്ച് കുറേ സമയം ഇളക്കുകയാണെങ്കിൽ ആ ഒരു തേങ്ങയൊക്കെ നല്ലപോലെ വെന്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് പുട്ടുപൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ പൊടിയൊന്ന് നനച്ചെടുക്കാം. ഉപ്പ് ചേർത്ത വെള്ളത്തിൽ പൊടി നനച്ചെടുക്കാം. ഞാനിവിടെ പുഴുങ്ങലരി വറുത്ത് പൊടിച്ചുണ്ടാക്കിയ പുട്ടുപൊടി, നമ്മൾ സാധാരണ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏത് പുട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി നനച്ചെടുക്കാം. പിന്നെ റവയാണെങ്കിൽ അങ്ങനെ നനച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പുഴുങ്ങലരി വറുത്ത് പൊടിച്ച പുട്ടുപൊടി തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പുട്ടുകുറ്റിയിൽ ഫില്ലിങ് ആയിട്ട് ഈ ഒരു തേങ്ങയ്ക്ക് പകരമായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടില്ലേ, അതിട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിനിടയിലായിട്ട് പുട്ടുപൊടി, അങ്ങനെ നമ്മൾ സാധാരണ തേങ്ങ ഇടുന്ന ഭാഗത്തൊക്കെ ഈ ഒരു കൂട്ടിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുട്ടുകുറ്റി നിറച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറ്റി എടുക്കാം. ആവി ഇതുപോലെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡിയായിട്ട് കിട്ടും. അത് ഓരോരുത്തരുടെ പുട്ടുകുറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ഇതിപ്പോൾ ചെറിയ പുട്ടുകുറ്റിയാണ്, അപ്പോൾ ഞാനൊരു 3 മിനിറ്റാണ് വെച്ചത്. 3 മിനിറ്റിന് ശേഷം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. ആ ഒരു മീനിൻ്റെ ഫ്ലേവറും പിന്നെ തേങ്ങ വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം, നല്ല പോലെ ഇഷ്ടമാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഏത് സമയത്തും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കാരണം പുഴുങ്ങലരി വെച്ചിട്ടാണല്ലോ ഇതിൻ്റെ പുട്ടുപൊടി ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്ത വിഭവം നമ്മൾ പുട്ടുകുറ്റിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മീനൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയോ നാരങ്ങ നീരോ, ഞാനിവിടെ വിനാഗിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മീനിലൊന്ന് മസാല പുരട്ടിയിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ടും എടുക്കാം. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിനൊന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്ന രീതിയിൽ നല്ല പോലെ പൊരിച്ചെടുക്കുക. നമ്മൾ 2-3 ദിവസം മുമ്പ് അയില കൊണ്ട് വേറൊരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി പാത്രത്തിൽ. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമാവും. ഞാനിവിടെ മീൻ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ടൊരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളിവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മീനില്ലേ, അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ട് ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. മൂടി വെക്കണമെന്നൊന്നുമില്ല. മീനിൽ മസാല പിടിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാമെന്ന് മാത്രം. നമ്മളിനി ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് മസാലയൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ട് നനച്ചെടുക്കുന്ന രീതിയിൽ ഉപ്പുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ 2-3 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. 15 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കണ്ടു നോക്കാമെന്ന് മാത്രം. ഞാനിവിടെ പുട്ടിന് പൊടി നനച്ചെടുക്കുന്ന രീതിയിൽ പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിൽ നമ്മൾ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മസാലയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പുട്ടുപൊടിയും, നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കൂലേ, അപ്പോൾ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഈ മസാലയാണ് ഉണ്ടാക്കുന്നത്. അയല വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലയും പുട്ടുപൊടി നനച്ചതും ഇതുപോലെ ഇടകലർത്തിയിട്ടിട്ട് ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ അയലപ്പുട്ട് റെഡിയായിട്ട് കിട്ടും. ഇതിലൊരു നല്ല ആവി വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിവിടെ 5 മിനിറ്റോളം ആവി കയറ്റി ഇത് എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റിയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ പുട്ടിന് നല്ലൊരു അയലയുടെ ഫ്ലേവറായിരിക്കും. അയല വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്നാക്സൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പുട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നൊരു അയല കൊണ്ടുള്ള പലഹാരമാണ് കേട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നിങ്ങൾ ഇൻട്രോയിൽ കണ്ട 5 അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മീൻ പൊരിക്കാനൊക്കെ മസാല പുരട്ടുന്ന രീതിയിൽ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതും കൂടെ മസാല പുരട്ടുന്നതും കൂടെ കാണിച്ചിട്ട് വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്തിട്ടാണ് ഇത് മസാല പുരട്ടിയിട്ടുള്ളത്. അപ്പം മീനൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 4 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാം.
ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ച അയിലയില്ലേ, അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കൈകൊണ്ടൊന്ന് പിച്ചിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അയിലയിലൊക്കെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മാവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മളിവിടെ ചതച്ചെടുത്ത തേങ്ങ ഇല്ലേ, അത് ചാടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിലിങ്ങനെ പൊടിയായിട്ട് കാണുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കുറച്ച് ലൂസായിട്ടാട്ടോ നമ്മളെ മാവ് വേണ്ടത്. ഇനി ഒരു വാഴയിലയിൽ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് തിന്നായിട്ട് പരത്തിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അയില വെച്ചിട്ടുള്ള മസാലയില്ലേ, അത് ഇതുപോലെ നിറച്ച് വെച്ച് കൊടുക്കാം. മസാല കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ. പിന്നെ മാവ് കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാലും നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ആവി ആയിട്ടെടുക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അയല വെച്ചിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങയും ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മാവ് കഴിക്കാനാണെങ്കിലും ഉള്ളിൽ ഫില്ലിങ് കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ അട അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് ഈ ഇലയിൽ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം കേട്ടോ, വാഴയിലേക്ക് കുറവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.